ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെയാണ് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ വീട്ടിലുണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ബട്ടർ മസാല ഉണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ പനീർ ബട്ടർ മസാല, വെജിറ്റബിൾ ബട്ടർ മസാല ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോമൺ ആയിട്ടുള്ള ബട്ടർ മസാലയാണ്. ഈ ഒരു മസാലയിലോട്ടാണ് നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പ്രഷർ കുക്കർ ചൂടാക്കിയ ശേഷം അതിലോട്ട് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നിർബന്ധം കേട്ടോ. ഞാനിപ്പം 1 കിലോ ചിക്കനിലേക്കുള്ള ബട്ടർ മസാല ആയിട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇപ്പോൾ 2 സവോള എടുക്കുന്നുണ്ട്. 2 വലിയ സവോള ഇതുപോലെ അരിഞ്ഞിട്ട് വഴറ്റി കൊടുക്കുക. അപ്പം സവോള വല്ലാണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കൊന്നും വേണ്ട, കാരണം നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് നേരം വഴറ്റിയെടുക്കും വേണ്ട കേട്ടോ. എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ബട്ടറിൽ നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് അപ്പോൾ തന്നെ നമുക്ക് ബാക്കി എല്ലാ ചേരുവകളും ഒരുമിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്ന സമയത്ത് ഞാനതിലോട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ഒരു 10-12 ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ചുവന്ന ഉണക്കമുളക് വേണം. അത് ഞാൻ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഒരു 12-15 എടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ചിട്ട് എടുക്കുക. നല്ല കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്നാമത് ഈ ഉണക്കമുളക് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. പേസ്റ്റ് ആയിട്ടും ചേർക്കുക, നമുക്ക് ചതച്ചത് മതി, കാരണം നമ്മളിത് വേവിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുക്കുന്നത് 4 ഒരു മീഡിയം സൈസ്ഡ് ആയിട്ട് തക്കാളിയാണ്. അത് മസ്റ്റ് ആട്ടോ. 2 വലിയ സവോളയിലോട്ട് 4 തക്കാളിയാട്ടോ വേണ്ടത്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മളിതിലോട്ട് വേറെ സ്പൈസ് പൗഡേഴ്സ് ഒന്നും ചേർക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യമായിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മുടെ ബട്ടർ ചിക്കൻ്റെ വീഡിയോ. ഞാൻ മുമ്പ് ഷെയർ ചെയ്ത റെസിപ്പി തന്നെയാണ്. ഭയങ്കര പെർഫെക്റ്റ് റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട, അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 വിസിൽ വരുന്നവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അഥവാ നിങ്ങൾക്ക് അടിയിൽ പിടിക്കുന്നവർക്കൊരു പേടി ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനുണ്ട്. 1 കിലോ ചിക്കനിലോട്ടുള്ള മാരിനേഷനാണ് പറയുന്നത്. ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂണ് തൈര്, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേറെ പൗഡേഴ്സ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, ഇത്ര മാത്രം മതി. ഇനി വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. എല്ലുള്ള പീസും എല്ലില്ലാത്ത പീസും എല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ. ചിലർ ഇറച്ചി പീസ് മാത്രമേ ചേർക്കുന്നുണ്ടാവുള്ളൂ, പക്ഷേ എല്ലോട് കൂടിയിട്ട് ചിക്കൻ കഴിക്കുമ്പോഴാണ് അതിൻ്റേതായ ടേസ്റ്റ് കേട്ടോ ബട്ടർ ചിക്കന്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട്, മൈദപ്പൊടി ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷമാണ് മൈദപ്പൊടി ചേർക്കുന്നത് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മൈദപ്പൊടി ഒരുപാടൊന്നും ചേർക്കണ്ട, ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കുക. പിന്നെ ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ലൂസായിട്ട് പോവും. അപ്പോൾ അങ്ങനെ വരാണ്ട് ശ്രദ്ധിക്കുക. ചിക്കനിൽ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബട്ടർ മസാല എപ്പോഴും പ്രഷർ കുക്കറിലാണ്, അതൊന്ന് റെഡി ആവണം. അപ്പോൾ അപ്പോഴേക്ക് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, സമയം കളയണ്ടല്ലോ. അപ്പം ഫ്രൈങ് പാനിൽ ഇതുപോലെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ബട്ടറിലാണ് ഫ്രൈ ചെയ്യേണ്ടത്, പക്ഷെ ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ഫ്രൈ ചെയ്യുക. ഒരുപാട് എണ്ണ ഒഴിച്ചെടുക്കേണ്ട, ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബട്ടർ മസാലയിലോട്ടുള്ള സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു 5-6 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല, പക്ഷേ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുക്കുക. തക്കാളിയിലെ വെള്ളമൊക്കെ മതി ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 വിസിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു 15 മിനിറ്റൊക്കെ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് നല്ല പേസ്റ്റ് പരുത്തിൽ അരച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കും വേണം. പിന്നെ ചിക്കൻ ഇതുപോലെ ഫ്രൈ ആക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്പൈസ് പൗഡേഴ്സ് ഒന്നും ഇട്ട് കൊടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ഇത്ര മാത്രം മതിയാകും. ഒരുപാട് സ്പൈസ് പൗഡേഴ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ, എന്നാലേ നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ബാച്ച് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ.
നമ്മളിപ്പോൾ ബട്ടർ മസാല നേരത്തെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്തിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ, നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നേരെ ആ ബട്ടർ മസാലയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയാവും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അതുപോലെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ തലേ ദിവസം ബട്ടർ മസാല റെഡിയാക്കി വെക്കുക. നെക്സ്റ്റ് ഡേ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് നേരെ ബട്ടർ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ മസാല റെഡിയാക്കാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സംഭവം ഒന്ന് ബ്ലെൻഡറിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അധികം വെള്ളം ഒഴിക്കേണ്ട. ഇനി വെള്ളം കുറച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. അതിൽ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ചിക്കൻ അവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അതൊന്ന് കോരി മാറ്റാം. വല്ലാണ്ട് ഡാർക്ക് കളറാക്കി എടുക്കണം കേട്ടോ ചിക്കന്. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത് നമുക്കിതുപോലെ ഒന്ന് അരിപ്പയിലൂടെ അരച്ചെടുക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു പരുവത്തിലാണ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്, വെള്ളം ഒട്ടും ചേർക്കാണ്ട്. ഈ ഒരു സ്റ്റെപ്പ് മറന്നു പോകരുത്. നമ്മൾ ഇങ്ങനെ അരച്ചെടുത്തത് നേരെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. ഇതുപോലെ അരിപ്പയിലൂടെ അരച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബ്ലെൻഡറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ബട്ടർ മസാലയിൽ കുറച്ചുകൂടെ വെള്ളം വേണം. ഇനി ഇതുപോലെ അരിപ്പയിലൂടെ നന്നായിട്ട് അത് അരച്ചെടുക്കണം. എന്നാലേ ആ മുളകിൻ്റെ ആ ഒരു സീഡും അതുപോലെ തക്കാളിയുടെ സീഡും തക്കാളിയുടെ തൊലിയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. എന്നാലേ നല്ല ക്രീമി ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇതുപോലെ അരിപ്പയിലൂടെ അരച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ബട്ടർ ചിക്കന്. കാരണം എന്താ, വളരെ സിമ്പിളാണ്. ഇങ്ങനെ നമ്മൾ ബട്ടർ മസാലയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ബട്ടർ ചിക്കന്. പിന്നെ ഒരുപാടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ബട്ടർ മസാല കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ സവോളയും തക്കാളിയൊക്കെ അതിൻ്റെ ഡബിൾ എടുത്താൽ മതി. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഡബിൾ എടുത്താൽ മതി. അപ്പോൾ കണ്ടോ, നമ്മളിപ്പോൾ അരിപ്പയിലൂടെ അരച്ചെടുത്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും വേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇതൊന്നും ഇതിൽ പെടാൻ പാടില്ല. ബാക്കിയുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റിലാണ് നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനുള്ളതാണ്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഒരു 10-15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കും വേണം കേട്ടോ. കാരണം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം കുക്ക് ചെയ്ത ശേഷമാണ് അതിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം കുക്കാവട്ടെ. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, പഞ്ചസാര. പഞ്ചസാര ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മധുരവും കൂടി വേണം നമ്മുടെ ഈ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കസൂരി മേത്തി വേണം കേട്ടോ. അതായത് ഉലുവയുടെ ഇല ഉണക്കിയതുണ്ടല്ലോ, അത് നമ്മൾ ഒന്നുകൂടെ തിളച്ച ശേഷം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ചെറിയ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ കുക്കാക്കി എടുക്കണം. പിന്നെ ഈ ഒരു മിക്സ് നമ്മൾ കുറച്ചുകൂടെ ഫ്ലെയിം കൂട്ടിയിട്ട് വെക്കുവാണെങ്കിൽ പുറത്തേക്കൊക്കെ തുള്ളി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടച്ച് വെക്കുക കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചെറിയ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുപോലെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി പോകുന്നുണ്ടെങ്കിൽ അടച്ച് വെക്കുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഒരു 15 മിനിറ്റൊക്കെ ഏകദേശം ആവാനായിട്ടുണ്ട്. അപ്പോഴേക്കും ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ കസൂരി മേത്തി ചേർക്കുന്നത് കേട്ടോ. കസൂരി മേത്തിയാണ് ബട്ടർ ചിക്കൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബട്ടർ മസാല. ഇതിലോട്ട് നമ്മൾ ക്രീം ഇപ്പോഴല്ല ചേർക്കുന്നത്. നമ്മൾ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് ആ സമയത്താണ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പം ഈ ബട്ടർ മസാലയിലോട്ടാണ് ഞാനിപ്പം ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബട്ടർ ചിക്കൻ ആയി. ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെജ് ബട്ടർ മസാലയായി. അല്ലെങ്കിൽ പനീർ ചേർത്ത് കൊടുത്താൽ പനീർ ബട്ടർ മസാലയായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർ മസാല മതി എല്ലാത്തിലോട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലോട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. അതോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ബട്ടർ ചിക്കൻ കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഫ്രഷ് ക്രീം ഇത് ഞാനിപ്പം അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല തിക്കായിട്ടുള്ള ക്രീമാവും. അപ്പോൾ ഇത് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ക്രീമി ആയിട്ടുള്ള ബട്ടർ ചിക്കനാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ നമ്മൾ ഈ ഒരു ബട്ടർ മസാലയിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് കുക്കായിട്ട് വേണം, ഇത് ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു ക്രീം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ പനീർ ബട്ടർ മസാല അല്ലെങ്കിൽ വെജ് ബട്ടർ മസാല ഇതൊക്കെ കംപ്ലീറ്റ് ആവുന്നത്. ഫ്രഷ് ക്രീമും അതുപോലെ കസൂരി മേത്തിയും ഇതിലോട്ട് ബട്ടറും, ഇത് 3 നിർബന്ധമാണ്. അതൊന്നും ഒഴിവാക്കരുത് കേട്ടോ.
പിന്നെ ഫ്രഷ് ക്രീം ചേർത്തിട്ട് ഒന്നുകൊണ്ട് തിളച്ചോട്ടെ കേട്ടോ, എന്നാലേ നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ വരുള്ളൂ. പിന്നെ ഇതിലോട്ട് ഒന്നുകൂടെ ലൂസായിട്ട് വേണമെന്നാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം ഈ ഒരു പാകത്തിൽ തന്നെ എടുത്തിട്ടില്ല കേട്ടോ, ചിലർക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് വേണ്ടി വരും. എപ്പോഴും ബട്ടർ ചിക്കനൊക്കെ നല്ല തിക്കായിട്ട് കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ചിലർ ലൂസായിട്ടായിരിക്കും സെർവ് ചെയ്യുന്നത്, അങ്ങനെ വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. എന്താ പറയുക, ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ വരുന്നൊരു ഡിഷാണ്. ഇനി ഒന്നും വേണ്ട, നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ബട്ടർ ചിക്കനൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒരു ഗാർണിഷിങ് കാണാൻ പറ്റും. അപ്പോൾ ക്രീം ചെറുതായിട്ടൊന്ന് ബൗളിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇവിടെ മല്ലിയില ഇല്ല, അപ്പോൾ ഞാൻ കസൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വീഡിയോ ആണ് ബട്ടർ ചിക്കൻ്റെ വീഡിയോ. അപ്പോൾ അന്നത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ് ബട്ടർ ചിക്കൻ്റെ റെസിപ്പി. അപ്പോൾ ആ സെയിം റെസിപ്പി തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് കേട്ടോ. അതിലൊരു ചേഞ്ചും ഞാൻ വരുത്തിയിട്ടില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പൊറോട്ടയുടെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത് ഈ ബട്ടർ ചിക്കന്. പൊറോട്ടയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നിട്ട് സബ്സ്ക്രൈബ് ഇട്ടൊന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.